ഹിറ്റ് ഹിറ്റ് അണ്ണാ സൂപ്പർ ഹിറ്റ്. അടിപൊളി പടം. ലാലേട്ടൻ നോക്കി, അതായത് പുള്ളി മറ്റേ നരസിംഹം രാവണപ്രഭു ആ ലെവല്. അണ്ണാ നമ്മ സാറിനോട് പുതുപ്പടം വെക്കടപടി ഹിറ്റ് സൂപ്പർ ഹിറ്റ്. മൈൻഡ് ചെയ്തില്ല. അഭിനയം എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആയിരിക്കണം. ആക്ടിംഗ് ഈസ് വാട്ട് റിയാക്ടിംഗ്. ഇറ്റ് ഈസ് ബിഹേവിംഗ്, യു നോ. ഹായ് ഓൾ, ദിസ് ഈസ് കോക്ക്. ഏതാണ് പിച്ചക്കാരൻ? ഈശ്വര, ഇന്ന് ഏതവന്റെയൊക്കെയാ ചീട്ട് കീറാൻ പോകുന്നു ആർക്കറിയാം. ഭയം, ഭക്തി, ബഹുമാനം. ആയിക്കോട്ടെ. ഫാഹിം സഫർ ആൻഡ് നൂറിൻ ഷെരീഫ്. സഫറിംഗ് ആയിപ്പോയി. സഫർ എഴുതിയിട്ട് വല്ലാത്ത സഫറിംഗ് ആയിപ്പോയി. അതായത് ഒരു കൊമേഴ്ഷ്യൽ സിനിമയ്ക്ക് വേണ്ട രീതിയിലുള്ള കൈൻഡ് ഓഫ് പരിപാടി രണ്ടുപേരും ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ സിനിമ ഇതായി പോയില്ല. പ്ലേ ആൻഡ് ഡയറക്ഷൻ, ഡയലോഗ്സ് എല്ലാം സോ പുവർ. ഭയങ്കര ലേസി ആയിട്ട് ചെയ്തിട്ടുള്ള കുറേ സാധനങ്ങളാണ്. ഒരു JBU നമ്മുടെ ഗുഡ് ബാഡ് അഗ്ലി സ്റ്റൈലിലൊക്കെയാണ് ഇത് പിടിക്കാൻ നോക്കിയിട്ടുള്ളത്. പക്ഷെ ആ സിനിമ അതിന് മേക്കിംഗ് ക്വാളിറ്റി അടിപൊളിയായിരുന്നു. അമ്മ ചൂണ്ടിക്കാണിച്ചു കൊടുത്താലും അച്ഛനെ അംഗീകരിക്കാത്ത പന്നകൾ. സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ ഇതൊരു ഇൻസ്റ്റാഗ്രാം പടമാണ്. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ നല്ലതാവണം? പിന്നെ നീ കയറിയേക്കോ? അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ റീൽസ് ഇങ്ങനെ മാറി മാറി വന്ന് നമുക്കൊരു റീലിൽ കിക്ക് തോന്നിയില്ലെങ്കിൽ നമ്മൾ അപ്പം തന്നെ സ്കിപ്പ് ചെയ്യുന്നു, അടുത്ത റീൽ വരുന്നു, അപ്പോൾ അതിൽ ഇൻട്രസ്റ്റിംഗ് ആയ എന്തെങ്കിലും വരുന്നു എന്ന് പറയുന്ന പോലെ കൃത്യമായ ഇടവേളകളിൽ നമ്മളെ ഇൻട്രസ്റ്റഡ് ആക്കി ഇരുത്താൻ പറ്റുന്ന ഒരു പടം തീർന്നു കഴിയുമ്പോൾ അതങ്ങനെ തീർന്നു. പിന്നെ നമ്മുടെ ഉള്ളിലൊന്നുമില്ല. നിനക്കൊരു കാര്യം അറിയോ? ഞാൻ വെറും കച്ചടയല്ല, മഹാ 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 കച്ചട. നമ്മൾ ദിലീപിന്റെ പടങ്ങൾ ബഹിഷ്കരിക്കണം എന്ന് ഒരു ടീം ഇറങ്ങില്ലേ, അവരൊക്കെ ഇന്ന് മാളത്തിൽ കയറി വിളിക്കും. കാര്യം ഈ പടം കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ ഈ സീസൺ മൊത്തത്തിൽ റാഞ്ചി കൊണ്ടാവും, ക്രിസ്മസ് മൊത്തത്തിൽ റാഞ്ചി. പടം എങ്ങനെയുണ്ടെന്ന് ഒറ്റയടിക്ക് ചോദിക്കുകയാണെങ്കിൽ വളരെ ആവറേജ് അനുഭവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അമിതമായ പ്രതീക്ഷ കൊണ്ടാണോ അല്ലെങ്കിൽ പടത്തിലെ കഥയിലൊന്നും ഇല്ലാത്തത് കൊണ്ടാണോ എന്നാണെങ്കിൽ എനിക്ക് അറിയത്തില്ല. ഐ ഡിഡ്ന്റ് ക്വൈറ്റ് എൻജോയ് ദ മൂവി. വെക്കടാ വെടിയുടെ പ്രീവ്യൂ കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയാ. പടം പോക്കാ. ആ സംവിധായകനെ ചൂലുകൊണ്ടടിക്കണം. വിഡ്ഢി കൂഷ്മാണ്ടൻ. നമ്മുടെ സ്ഥിരം പരിപാടിയെ രക്ഷയുള്ളൂ എന്നാ തോന്നുന്നേ. ആ പൊങ്കൽ ചാലയിലെ പിള്ളേർക്ക് ഓരോ പൈൻറ്റും ഫ്രീ ടിക്കറ്റും കൊടുക്കാൻ വിളിച്ച് പറ. ഞാൻ പറയേ, ടേക്ക് ദീസ് ഫീഡ്ബാക്സ് ഇൻ ആൻഡ് ഇംപ്രൂവ് ഇൻ ഫ്യൂച്ചർ എന്നാണ് പറയുന്നത്. നിങ്ങളെ എല്ലാവരുടെയും ഫസ്റ്റ് പടമാണ്. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ ദ സെക്കൻഡ് പടം. പക്ഷേ ഇതിൻ്റെ സെക്കൻഡ് ഇറക്കരുത് എന്നെനിക്ക് താഴ്മയായിട്ടൊരു അപേക്ഷയുണ്ട്. അത് എൻ്റെ പേഴ്സണൽ അപേക്ഷയാണ്. പിന്നെ ഒരു നടനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നന്ദി വേണം പെൺകുട്ടി, നന്ദി വേണം. ഒറ്റയ്ക്ക് ഒരു അറിയപ്പെടാത്ത സ്ഥലത്ത് പെട്ടുപോകേണ്ട സഹായിക്കാൻ അറിയാൻ ചെരുപ്പൂരി അടിക്കണം.